ഹേയ് കളികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച്. ഇന്ന് നമ്മൾ കുറച്ച് നാളല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റേതായി റിലീസിനെത്തിയ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റീമാസ്റ്റേഡ് പ്രിൻ്റ് ഈ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ്. നമുക്ക് സിനിമേനെ പറ്റി ഒബ്വിയസായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സിനിമ അടിപൊളി സിനിമയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ കാണുന്നത്. ഞാൻ ഇതിന് മുന്നേ ഈ സിനിമേനെ പറ്റി ഈവൻ ഈ സിനിമ ഹൊറർ ജോണറാന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതിൻ്റെ ട്രെയിലറോ ടീസറോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമ തന്നെയാണ് ദേവദൂതൻ. നിങ്ങൾ പലരും ടി വിയിലായാലും കുറച്ച് പ്രായമുള്ള ഓഡിയൻസ് ആണെങ്കിൽ തിയേറ്ററിൽ പോയിട്ടായാലും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കണം ദേവദൂതൻ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റീമാസ്റ്ററിനെ പറ്റി നമ്മൾ പറയുമ്പോൾ 3 കാര്യങ്ങളാണ്: സൗണ്ട്, അതുപോലെ തന്നെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി, പിന്നെ മിക്സിങ്. അതായത് ഇതിൽ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ജഗദീഷ് ശ്രീകുമാരേട്ടൻ്റെ നിങ്ങൾ അമൃത ടി വിയുടെ ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. തമ്പലേനി തന്നെ ആളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് സിനിമയിലോട്ട് തിയേറ്ററിൽ കളിക്കുന്ന സാധനത്തിൽ ആളുടെ ഒരു സീൻ പോലും ഇല്ല, മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല, ലെങ്ത്ത് കുറയ്ക്കാനോ അതോ കോമഡി സീൻസ് മാറ്റിയിട്ട് കുറച്ചും കൂടി സീരിയസ് ട്രാക്കിലോട്ട് കൊണ്ടുവരാനോ ആയിരിക്കാം. എനിക്ക് ആ സീൻ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. വേറെ വല്ല സീൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഞാൻ ആ സിനിമ എപ്പോഴും കണ്ടിട്ടില്ല. ബട്ട് ആ സിനിമയുടെ ഞാനൊരു ഇതിൽ കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ആ ഒരു സീൻ എന്തുകൊണ്ട് കട്ട് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായ റീസൺസ് പറയാൻ അറിയത്തില്ല. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിറ്റ് സോങ്സ് ആയാലും സൗണ്ട് ഇതായാലും അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, സൗണ്ടൊക്കെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സോങ് തന്നെ നമ്മളെ മെൽറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. അതിന് നമ്മൾ 150 രൂപ കൊടുത്താൽ നമുക്ക് വെർത്തായിട്ടേ തോന്നുള്ളൂ. അത്രയ്ക്ക് ഇടയിലെ സോങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതൊരു നല്ല തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. 4K സ്ക്രീനിലൊക്കെ കാണാൻ ശ്രമിക്കുക. നല്ല അറ്റ്മോസ് ഉള്ളിടത്തൊക്കെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിടിലൻ തന്നെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് വേണം പറയാനായിട്ട്. അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത, നിങ്ങൾക്ക് അമൃത ടി വിയിലൊക്കെ തന്നെ പ്രിൻ്റൊക്കെ എടുത്ത് കണ്ടാലും അറിയാം. പിന്നെ ഇത് നിങ്ങൾ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ കണ്ടവരോട് ചോദിച്ചാലും അറിയാം, ഇതിലൊരു ഡിമ്മ് പ്രിൻ്റ് ആയിരുന്നു. അതായത് ഭയങ്കര ഒരു ഇരുട്ട് മൂടിയ പോലത്തെ ഒരു സാധനമായിരുന്നു. ബട്ട് ഇതിന് വന്ന സമയത്ത് വളരെ ബ്രൈറ്റായിട്ട് തന്നെ അവർ നല്ല രീതിക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുട്ട് മൂടിയൊരു പടം തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ടാണ് ഇറക്കിയിരിക്കുന്നതെങ്കിൽ മണിച്ചിത്രത്താഴ് താഴെ പോലെ നല്ല കിടിലൻ ക്വാളിറ്റിയിൽ എടുത്ത് വെച്ച പടമൊക്കെ എങ്ങനെയായിരിക്കും റീമാസ്റ്റർ ചെയ്യുമ്പോൾ ഇറക്കാമെന്ന് കണ്ട് തന്നെ അറിയാം. സോ ഈ റിവ്യൂ ഇത്രേ ഉള്ളൂ. കാരണം നമുക്ക് പടത്തിനെ പറ്റി പറയാൻ അധികമൊന്നും ഇല്ല. പ്രിൻറ്റിനെ പറ്റി പറഞ്ഞാൽ അതിനെ പറ്റി എനിക്ക് മോശമായിട്ട് തോന്നിയതെന്ന് പറയുന്നത്, ബാക്കി സിനിമകളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോക്കിരിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ഡിലീറ്റഡ് സീൻസ് അടക്കം ഇൻസൈഡ് ചെയ്തിട്ടാണ്, അതായത് ഇതിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സീനുകൾ വരെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടത്. ഒരു മാർക്കറ്റിലെ ഫൈറ്റ് സീനൊക്കെ അവർ ഡിലീറ്റഡ് സീൻസിൽ നിന്ന് എടുത്ത് കയറ്റിയിട്ടതാണ്. പക്ഷേ ഇതിലെന്ന് പറയുന്നത് ഉള്ള സീൻസ് തന്നെ വെട്ടി കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2-2.25 മണിക്കൂറുള്ളൂ പടം. അതിൽ നിന്ന് വീണ്ടും കുറയ്ക്കുമ്പോൾ എന്ന് പറയുന്നത് വളരെ മോശം പരിപാടിയാണ്. എന്താണെന്നറിയില്ല. മേ ബി അതൊന്നൊരു സീരിയസ് ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ആണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഇതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും. സോ നിങ്ങൾക്ക് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയോ അല്ലാതെയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു റിവ്യൂമായിട്ടോ വേറെ എന്തെങ്കിലും വീഡിയോമായിട്ടോ കാണുന്നവരെ അൺടിൽ ദെൻ ധ്യാൻ ദിവിച്ച് സൈനിങ് ഓഫ്.